നമസ്കാരം. സംസ്ഥാനത്ത് നിലവിൽ മുഖ്യമന്ത്രിയും അഖിൽമാരാരും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഒരാൾ ഒന്ന് പറയും, മറ്റേയാൾ അതിനിരട്ടി പറയും. ഇപ്പോൾ പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഗതിയിൽ എത്തി നിൽക്കുകയാണ്. സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യം വിഷയം ഒന്ന് ചുരുക്കി പറയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ അഖിൽമാരാരെ ആദ്യം പിടിച്ച് കേസിൽ പെടുത്തുന്നു. ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചവർക്കെതിരെയൊക്കെ കേസെടുക്കുന്ന സമയത്താണ് അഖിൽമാരാരുടെ ഈ കേസ്. എന്നാൽ അതോടെ ഒതുങ്ങാൻ അഖിൽമാരാർ ഒതുക്കമായിരുന്നില്ല. അവിടെയാണ് കഥയുടെ തുടക്കം. സർക്കാരിന്റെ അഴിമതികൾ വെളിച്ചത്തെത്തിക്കാനായി മുണ്ടു പടക്കി കുത്തി ഇറങ്ങിയതാണ് കക്ഷി. അങ്ങനെ സകല കാര്യങ്ങളും പഠിച്ചു വന്ന് കേരള സർക്കാരിന് നല്ല ഒന്നാന്തരം പ്രഹരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. KSFE-ക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിച്ചുവെന്ന പ്രചരണം വ്യാജമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെ ചോദ്യം ചെയ്ത് അഖിൽമാരാർ വിദ്യാശ്രീ പദ്ധതിയുടെയും വിദ്യാകിരണം പദ്ധതിയുടെയും മറവിൽ KSFE നടത്തിയ വലിയ തട്ടിപ്പുകളുടെ വിവരം പുറത്തുവിട്ടു. മുഖ്യമന്ത്രി പറഞ്ഞത് വിവരക്കേടാണെന്നും കുടുങ്ങുമെന്നും അഖിൽമാരാർ ഫേസ്ബുക്കിലിട്ട വീഡിയോയിലൂടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇടത് സൈബർ വിഭാഗം ന്യായീകരണവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പദ്ധതികൾക്ക് പിന്നിൽ നടന്ന KSFE-യുടെ വൻ അഴിമതി തുറന്നുകാട്ടിയത്. അഖിൽമാരാർ ഈ വിഷയം എടുത്തിട്ട് ഉടനെ തന്നെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച് ന്യായീകരണ പോസ്റ്റ് നമുക്കൊന്ന് കാണാം. അഖിൽമാരാർ എന്ന സിനിമാ സംവിധായകൻ CMDRF-ന്റെയും KSFE-യുടെയും വിശ്വാസ്യത തകർക്കാൻ ഒരു ലാപ്ടോപ്പ് കഥയുമായി ഇറങ്ങി നടക്കുന്നുണ്ട്. അയാളുടെ വസ്തുതാവിരുദ്ധമായ പ്രചാരണത്തിന് സകല കണ്ണാപ്പികളുടെയും കയ്യടി കിട്ടുന്നു എന്നതുകൊണ്ട് ലാപ്ടോപ്പിന്റെ സത്യകഥ ഒന്ന് വിശദീകരിക്കാം. കോവിഡ് കാലത്ത് കുടുംബശ്രീ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് KSFE വിദ്യാശ്രീ എന്ന പദ്ധതി ഉണ്ടാക്കുന്നു. 18,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് കൊടുക്കും. 500 രൂപ വെച്ച് 36 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഇതിന് പലിശയില്ല. ഇതിനു വേണ്ടി KSFE പണം മുടക്കി ലാപ്ടോപ്പുകൾ വാങ്ങി, ഒന്നിന് 18,000 രൂപ വെച്ച്. ഇതേസമയം വിദ്യാകിരണം എന്ന പേരിൽ SC/ST വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിനുവേണ്ടി KSFE-യിൽ സ്റ്റോക്കുള്ള 45,313 ലാപ്ടോപ്പുകൾ സർക്കാർ വാങ്ങി. അതിന്റെ തുകയായി 81.43 കോടി രൂപ സർക്കാർ KSFE-ക്ക് തിരികെ കൊടുത്തു. ആ ലാപ്ടോപ്പുകൾ സൗജന്യമായി സർക്കാർ SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുത്തു. അതായത് സർക്കാർ ഫ്രീ ആയാണ് SC/ST വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയത്. അതിനുള്ള ലാപ്ടോപ്പ് നേരത്തെ KSFE വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ നിന്നും സർക്കാർ പണം നൽകി വാങ്ങിയെന്ന് മാത്രം. ഒന്നുകിൽ വിദ്യാകിരണം വിദ്യാശ്രീയും രണ്ട് പദ്ധതികളാണെന്ന് അഖിൽമാരാർക്ക് പിടികിട്ടിയില്ല, അല്ലെങ്കിൽ കേരളം നേരിടേണ്ട മറ്റൊരു ദുരന്തമാണ് അയാൾ. ഇങ്ങനെയാണ് ഇടതുപക്ഷം ഇതിനെ ന്യായീകരിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് മിണ്ടാതിരിക്കാൻ ഒരുക്കമല്ലാത്ത അഖിൽമാരാർ പറയുന്നത് നമുക്കിനി നോക്കാം. ന്യായീകരണവുമായി വന്നിട്ടുള്ളവരോട് പറയട്ടെ, നിങ്ങൾ പറയുന്ന വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഇന്നലെ പറയാതിരുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ന്യായീകരണവുമായി ഇറങ്ങിയതിനു ശേഷം പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അടക്കത്തിലുള്ള ചോദ്യത്തിന് ഏറ്റവും ഫലിപ്പിക്കുന്ന ഉത്തരം നിങ്ങൾ തന്നെ നൽകുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ വരികളെ മാത്രം എടുത്തു പറയാം. തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFE-ക്ക് നൽകിയ തുകയാണ് ഇതെന്നുമായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 89.43 കോടി രൂപ KSFE-ക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ കള്ളക്കണക്കാണെന്ന് ആരോപിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽമാരാർ. വിദ്യാശ്രീ എന്നത് KSFE മുന്നോട്ട് വെച്ച പദ്ധതിയാണ്. വിദ്യാശ്രീ പദ്ധതി വഴി കൊടുക്കുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുള്ളൂ എന്നും വിദ്യാകരണം പദ്ധതി വഴി ലാപ്ടോപ്പ് സൗജന്യമായിട്ടാണ് കൊടുത്തതെന്നുമുള്ള സഖാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകരണം പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് 47,673 ലാപ്ടോപ്പ് കൊടുത്തുവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ എന്ന നിലയിൽ വിദ്യാകരണം പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടാകും, വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടാകും. ഇതിന്റെ രണ്ടിന്റെയും തുക സർക്കാർ KSFE-ക്ക് കൊടുത്തതാണെന്നല്ലേ വിചാരിക്കൂ. അതുകൊണ്ടാണ് KSFE-യുടെ മാനേജിംഗ് ഡയറക്ടർ PA കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചതും പദ്ധതിക്ക് സർക്കാർ പണമൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞതും. വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ KSFE-യുടെ കച്ചവട ബുദ്ധിയാണ്. കോവിഡ് സമയത്ത് കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാകണം, സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ നൽകിയിട്ട് പണം പിന്നെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികർ ഏറ്റവും കൂടുതലുള്ള കുടുംബശ്രീയിലെയും തൊഴിലുറപ്പ് പദ്ധതിയിലെയും സാധാരണക്കാരെ പറ്റിക്കുക എന്നതായിരുന്നു നീക്കം. 5,18,498 അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന പദ്ധതി KSFE-യും കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത്. ഇത്രയും ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ പർച്ചേസിന് ഒരു ലാപ്ടോപ്പിന് 10,000 രൂപ വീതം ലാഭം KSFE-ക്ക് ലഭിക്കും.
മാത്രവുമല്ല ഈ ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ പണം മാസം മാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ലാപ്ടോപ്പിന് 10,000 രൂപ ലാഭം ലഭിച്ചാൽ വൻ തുകയാണ് KSFക്ക് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്രയും ലാപ്ടോപ്പുകൾ ഒരുമിച്ച് നൽകാൻ കമ്പനിക്ക് കഴിയാതെ വരികയും അങ്ങനെ ഈ പദ്ധതി പതിയെ നീണ്ടുപോവുകയും ചെയ്തു. സ്കൂൾ തുറന്ന സമയത്താണ് ഒക്കോണിക്സ് എന്ന കമ്പനിയുടെ ലാപ്ടോപ്പ് എടുത്തു കൊടുക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേടാവുകയും ചെയ്യുന്നത്. 5 ലക്ഷത്തിലേറെ പേർ അപേക്ഷിച്ചെങ്കിലും 10,000-ഓളം പേർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് ലഭിച്ചത്. സർക്കാരിന്റെ പരാജയപ്പെട്ട പദ്ധതിയായി അത് മാറുകയും ചെയ്തു. ഓർഡർ ചെയ്ത 50,000-ലേറെ ലാപ്ടോപ്പുകൾ KSFയുടെ ഓഫീസിൽ എത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് നൽകാനായില്ല. ഇത് പലതും നശിച്ചു എന്ന് KSFയുടെ MD തന്നെ വ്യക്തമാക്കിയതാണ്. ഈ ലാപ്ടോപ്പുകൾ ഉപയോഗശൂന്യമായിരിക്കുന്ന സമയത്താണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി വിദ്യാകരണം പദ്ധതി കൊണ്ടുവരുന്നത്. ഇതിലൂടെ നൽകിയത് ഉപയോഗശൂന്യമായ KSF സഹായിക്കാൻ ഓഫീസിൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പുകളാണ്. കോവിഡിന് ശേഷം സ്കൂൾ തുറന്നതിന് ശേഷമാണ് SC/ST വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീമായിട്ടും നൽകി എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല ലാപ്ടോപ്പ് നൽകിയത് സ്കൂളുകൾക്കാണെന്നും പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടികൾക്ക് നൽകിയെന്നാണ്. വിദ്യാശ്രീ പദ്ധതിയുടെ പണം നൽകി വാങ്ങിയ ലാപ്ടോപ്പ് കേടായെന്ന് പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാത്തവർ സൗജന്യമായി നൽകിയ ലാപ്ടോപ്പിന്റെ ഗുണനിലവാരത്തെ പറ്റി ആശങ്കപ്പെടില്ലല്ലോ. ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോ എന്ന് ആരും നോക്കാറില്ല. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും KSFക്കാര് കാണിച്ച അഴിമതി മറപിടിക്കാൻ വിദ്യാകരണം പദ്ധതിയുടെ പേരിൽ പണം നൽകിയത്? 4 GB റാമും 128 GB മെമ്മറിയുമുള്ള ഒരു ലാപ്ടോപ്പ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന വില നോക്കണം. ഇതിലും കൂടിയ GB റാം ഉള്ള ലാപ്ടോപ്പിന് പോലും വിപണി വില 20,000 മാത്രമാണ്. 55,000 ലാപ്ടോപ്പ് ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് KSFക്ക് ലഭിച്ച ലാഭം എത്രയോ വലുതാണ്. ഇത്രയും വലിയ ലാഭത്തിന്റെ പങ്ക് ജനങ്ങൾക്ക് കൊടുക്കാതെ ഇത് സബ്സിഡിയുടെ ചെറിയൊരു തുക മാത്രമാണെന്നാണ് പറയുന്നത്. 47,673 കുട്ടികൾക്ക് ഈ കോടി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പിന് 17,080 രൂപ ചിലവാകും. ഇവിടെയാണ് മുഖ്യമന്ത്രിയെ കൂടെയുള്ളവർ ചതിച്ചത്. ഈ തുക സൗജന്യമായി കൊടുത്തതല്ല, ലോണാണ്. അപ്പോൾ സർക്കാർ പറയുന്ന 81.41 കോടി രൂപ ഇവിടെ പോയി. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി എല്ലാവരെയും വെഡ്ഡിയാക്കി അങ്ങനെ ഓടിപ്പോകാമെന്ന് കരുതണ്ട. ഇങ്ങനെ അവസാനിക്കുന്നു അഖിൽമാരാരുടെ വാക്കുകൾ.